നമസ്കാരം, ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനം ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. അംഗൻവാടി ആശാവർക്കർമാരുടെ ജീവിക്കാനുള്ള സമരത്തിൽ നിന്ന് മുഖം തിരിച്ച് കടക്കിണിയുടെ കണക്ക് നിരത്തുന്ന സർക്കാർ കോടികൾ ധൂർത്തടിക്കുന്നു. അടിസ്ഥാന വർഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അനൂപ് ജേക്കബ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മദ്യമൊഴുക്കി കർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. കർഷകരെ അവഗണിച്ച് മദ്യമുതലാളിമാർക്കു വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി നാടുവാണവരുടെ പതന ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ. തൃശൂർ കുട്ടനല്ലൂരിൽ തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചത് ഈരാറ്റുപേട്ട സ്വദേശി ബഷീർ. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്ത് വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുന്നംകുളം പോലീസ് പിടികൂടി. ഗോഡൌൺ ഉടമയും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയുമായ ചേല സ്വദേശി ഷമീലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ രാഷ്ട്രത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. പാലക്കാട്ട് AKTA ജില്ലാ സമ്മേളനം. വാർത്തകൾ വിശദമായി. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനത്തെ ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോൾ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ന്യായമായ ഓണറേറിയം വർധനവിനായി സമരം ചെയ്യുകയാണെന്നും അനൂപ് ജേക്കബ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാന വർഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത്. സർക്കാർ വാർഷികാഘോഷത്തിന് ആരും എതിരല്ലെങ്കിലും ധൂർത്തായി മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. നെല്ല് സംഭരണം മുതൽ വില നൽകൽ വരെ എല്ലാം കുത്തഴിഞ്ഞ നിലയിലാണ്. എല്ലാ മാസവും ലഭിക്കേണ്ട പെൻഷൻ എപ്പോഴെങ്കിലും കൊടുക്കുന്ന സ്ഥിതിയും അശരണരോട് കാണിക്കുന്ന അനീതിയാണ്. നെല്ല് സംഭരണ വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് പകരം കേരള സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിനിടെയുണ്ടായ ഉൽപ്പാദന ചെലവ് 70% വർദ്ധിച്ചത് സർക്കാർ കണക്കിലെടുക്കുന്നില്ല. വലിയ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കോടികളുടെ അനാവശ്യ ചെലവ്. കോടികളുടെ അനാവശ്യ ചെലവ്. ആഘോഷ പരിപാടികൾ നടത്തണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നടത്തുന്നതിന് ഒരു ക്രൈറ്റീരിയ ഒക്കെ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ജനാധിപത്യ സംവിധാനം. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വേറെ വിപരീതമായ നിലയിലാണ് കാണാൻ കഴിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പരസ്യ പ്രചാരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വളരെ ജനകീയമായ ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി ജീവനക്കാരുടെ സമരം, ഇതൊക്കെ നിലകൊള്ളുകയാണ് ജീവിക്കാനുള്ള മാന്യമായ വേതനത്തിന് വേണ്ടി. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ദൂർത്ത് മറുഭാഗത്തുണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നത് സർക്കാർ തിരിച്ചറിയണം. അവരുടെ ന്യായമായ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഒരു സമീപനം വൈകിയാണെങ്കിലും സർക്കാർ സ്വീകരിക്കേണ്ടത് ആവശ്യമായ ഒന്നാണ്. കേരളം നേരിടുന്ന പ്രതിസന്ധികൾ മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും UDF-ൽ അത് തർക്കവിഷയമാകില്ലെന്നും MLA അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, സംസ്ഥാന വൈസ് ചെയർമാൻ VD ജോസഫ്, ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VD ഉലഹന്നാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കുട്ടനല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ
ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട്ട് കളക്ടറേറ്റിന് മുന്നിൽ മദ്യമൊഴുകി കർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. അന്നം തരുന്ന കർഷകനെ അവഗണിച്ച് മദ്യമുതലാളിമാർക്ക് വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ കുറ്റപ്പെടുത്തി. നവകേരള യാത്രയ്ക്കും സർക്കാർ വാർഷികത്തിനുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നെല്ലുവില നൽകാൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ സർക്കാർ വിരോധിയും വികസന വിരോധിയുമായി ചിത്രീകരിക്കുന്നത് അപഹാസ്യമാണെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കേണ്ട മലമ്പുഴയിലെ വെള്ളമെടുത്ത് മദ്യക്കമ്പനിക്ക് നൽകാനുള്ള നീക്കം നിയമവിരുദ്ധവും വഞ്ചനയുമാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിയ പ്രസ്ഥാനങ്ങളുടെയും ഏകാധിപതികളുടെയും ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ വേനലെടുക്കുമ്പോൾ തന്നെ കൃഷിക്കുള്ള വെള്ളം കൊടുക്കുന്നതിനായാലും ശുദ്ധജല വിതരണത്തിനായാലും വളരെയധികം ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് മലമുടിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്. അത് നിർത്തലാക്കിക്കൊണ്ട് മദ്യം നിർമ്മിക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകുന്നത് ഇവിടുത്തെ കർഷകരെ, ഇവിടുത്തെ പാലക്കാടിലെ പാടശേഖരങ്ങൾ മുഴുവൻ ഉണക്കത്തിലെത്തിക്കും. ഒരു സംശയമില്ല. മാത്തൂർ, കോട്ടായി പോലുള്ള തേയിലന്റെ സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടില്ല. കൃഷി ഉണങ്ങും അടുത്ത കാലത്ത്. ഈ കഴിഞ്ഞ വിളയ്ക്ക് തന്നെ എത്ര ക്രമീകരിച്ചിട്ടാണ് വെള്ളം കൃഷിക്കാർക്ക് കിട്ടിയത് എന്ന് മാത്രമല്ല, ഈ കൃഷിക്കാർ 20,000 ഏക്കർ കൃഷി ഈ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് എലപ്പുള്ളിയിൽ മദ്യശാല സ്ഥാപിക്കുകയാണെങ്കിൽ ഈ 20,000 ഏക്കർ കൃഷി നശിച്ചു പോകും. കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് C. വിജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ, T. സഹദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാഷണൽ ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. INL തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷബിൽ ഹൈദ്രോസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി നിയമത്തിനും മൗലികാവകാശ നിഷേധങ്ങൾക്കുമെതിരെയാണ് നാഷണൽ ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. പള്ളം സെൻട്രലിൽ നടന്ന സദസ്സ് INL തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷബീർ ഹൈദ്രോസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് കുളപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജി പള്ളം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ ഹാജി, സെക്രട്ടറി ഉമ്മർ കുണ്ടുപറമ്പിൽ, CPI ലോക്കൽ സെക്രട്ടറി MU മൊയ്തീൻകുട്ടി, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, അഡ്വക്കേറ്റ് രമാദേവി എന്നിവർ പ്രസംഗിച്ചു. 28ഓളം പേരാണ് ആ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അവിടെ എല്ലാവരും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ 32ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 23 നമ്മളെല്ലാവരും കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തും വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഏതൊരു സാഹചര്യത്തിലാണ് നാഷണൽ ലീഗ് രൂപം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ രാജ്യത്തെ കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുന്നതെന്നും ബാബു ആരോപിച്ചു. പാലക്കാട്ട് AKTA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പെങ്ങുമില്ലാത്ത വിധം രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണവും വിതരണവും നടത്തുന്ന ചെറുകിട സംരംഭങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. സമ്പന്നന്മാരുടെ വ്യാപാരവും വികസനവും മാത്രമാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. കേരളത്തിൻ്റെ നേട്ടങ്ങളെ എങ്ങനെയും തകർക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമമെന്നും NC ബാബു പറഞ്ഞു. 20 നേതാക്കന്മാരുടെ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ഐക്യ ട്രേഡ് യൂണിയൻ വിളിച്ചു കൂട്ടി നമുക്ക് ആലോചിക്കാൻ തയ്യക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും.
എന്ത് ബെനിഫിറ്റാണ് കിട്ടുക? ഈ പറയുന്ന ഐക്യ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർക്ക് എത്ര പേർക്ക് ഈ സൂചി നൂല് വഴിക്ക് പൊരുത്തി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയവരുണ്ടാവും? ഇവിടാണ് AKKയുടെ പ്രത്യേകത. സൂചി നൂല് വഴുത്ത് തുന്നൽ പരിശീലിക്കാതെ, ഈ തൊഴിലിന്റെ കുട്ടും വേദന അറിയാതെ, ഇതിന്റെ വിയർപ്പൊഴുക്കാത്ത ഒരാൾ നയിക്കുന്നതല്ല ഈ സംഘടന. ഇത് ഈ തൊഴിലെടുത്തവൻ തന്നെ രൂപീകൃതമാക്കിയ സംഘടന. ഇതിന്റെ എല്ലാ സംഘടനകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി AKTA ജില്ലാ പ്രസിഡന്റ് ടി വെള്ളപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ PK ഗോപി, നളിനാക്ഷൻ, M ഉണ്ണികൃഷ്ണൻ, ബാലൻ, K ജയശ്രീ, ചന്ദ്രിക, S കുട്ടപ്പൻ, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പെരുമ്പിലാവിൽ ജലവിതരണത്തിൻ്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്തെ വെള്ളം വിതരണ ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചേല സ്വദേശി ഷമീലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളം വിതരണത്തിൻ്റെ മറവിലാണ് പ്രതി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. MDMA ഉൾപ്പെടെ മുമ്പും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയാണ് ഷമീലെന്ന് പോലീസ് അറിയിച്ചു. വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പ്രതി പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ ഫക്രുദ്ദീൻ, വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടി മംഗലത്ത് മൂടാത്ത അഴുക്കുചാൽ അപകടക്കെണിയായി. കന്നുകാലികൾ ചാലിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണ്. ഇവിടെ പലപ്പോഴും വാഹനങ്ങളും ചാലിലിറങ്ങി അപകടമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അഴുക്കുചാൽ മൂടാത്തതുമൂലം അപകടങ്ങൾ തുടർക്കഥയാണിവിടെ. കന്നുകാലികൾ അഴുക്കുചാലിൽ വീഴുന്നതിനു പുറമെ ചില വാഹനങ്ങളും ചാലുകളിലിറങ്ങി അപകടത്തിൽപ്പെടാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 2 പശുക്കൾ ചാലിൽ കുടുങ്ങിയിരുന്നു. ചാലിന് 1.5 മീറ്ററോളം താഴ്ചയുണ്ട്. പലതവണ അപകടങ്ങളുണ്ടായിട്ടും ഇന്നേ വരെ ചാൽ മൂടാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. രാവിലെ ഒരു എരുമക്കുട്ടിയാണ് ചാലിൽ വീണത്. തൊഴിലാളികളാണ് ഇതിനെ രക്ഷപ്പെടുത്തിയത്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു പശു കൂടി ചാലിൽ വീണു. ഫയർഫോഴ്സ് എത്തിയാണ് പശുവിനെ കയറ്റിയത്. അഴുക്കുചാൽ മൂടാൻ പൊതുമരാമത്ത് വകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ ഹോമിയോപ്പതിക് പീഡിയാട്രിക് കോൺഫറൻസ് ഏപ്രിൽ 27 പാലക്കാട്ട് നടക്കും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മികച്ച പരിശീലനം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ദേശീയ സമിതി അംഗം ഡോക്ടർ ബഷീർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശിശുരോഗവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സെമിനാറാണ് ഏപ്രിൽ 27 സംഘടിപ്പിക്കുന്നത്. സെമിനാറിനോടനുബന്ധിച്ച് സംഘടനാ ജനറൽ ബോഡിയും ചേരും. കുട്ടികളിൽ കാണുന്ന ഓട്ടിസം, സ്വഭാവ വൈകല്യം, അലർജി തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ലഹരിയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ചികിത്സാരീതിയിലെ ആധുനികതയെക്കുറിച്ച് അറിവുകൾ ആർജിക്കുന്നതിന് സെമിനാർ ഉപകാരപ്പെടും. നൂതന ഹോമിയോപ്പതി ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. ഡോക്ടർമാർക്ക് പുറമെ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുക്കുമെന്നും ഡോക്ടർ ബഷീർ അറിയിച്ചു. പിന്നെ അതുപോലെ ഏറ്റവും നല്ല പ്രൈവറ്റ് ഡോക്ടർ സ്റ്റേറ്റിൽ അത് ഡോക്ടർ K സജി, പിന്നെ നവാഗത ഡോക്ടർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഡോക്ടർ ഫഹ്വാസ് ഇബിനു അലി, അദ്ദേഹം മലപ്പുറത്ത് നിന്നാണ്. ഇവർക്കുള്ള അവാർഡുകളും ഈ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കുന്നതായി. പിന്നെ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നത് ഗവൺമെന്റ്, സ്വകാര്യ ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, PG സ്റ്റുഡൻസ്, റിസർച്ച് സ്കോളേഴ്സ് അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിന് പാലക്കാട് DMO ഡോക്ടർ ജ്യോതിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഡോക്ടർ രഞ്ജിത് കുമാർ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജസീല, കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ ധന്യ ശശിധരൻ, ഡയറക്ടർ ഡോക്ടർ പ്രശാന്ത് അയ്യപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം.
കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്ര ഉത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബ്ബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അടക്കം 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ തൻ്റെ കലാസപര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ തൃശൂർ നെല്ലുവായിലും നടത്തിയ ശ്രീ ധന്വന്തരി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദള വിദ്വാൻമാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട്. സംസ്കാരം വൈകിട്ട് 3:30 നെല്ലുവായിലെ വസതിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂക്കോട്ടുകാവ് ശ്രീമദ് ഭാഗവത സ്വാധ്യായ സമിതിയുടെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന 25 പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്കൃതി, പ്രകൃതി, ചിതി എന്നിവയിൽ ഊന്നിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് സെക്രട്ടറി CP ഗിരീഷ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ്, വൃക്ഷത്തൈയും വിത്തും വിതരണം, ജൈവ കർഷകരെ ആദരിക്കൽ, ക്യാൻസറിനെതിരെ ബോധവൽക്കരണം, നേത്രപരിശോധനാ ക്യാമ്പ്, ഭാരതീയ കുടുംബസങ്കല്പത്തെക്കുറിച്ചുള്ള അവബോധം നൽകൽ, കുട്ടികളുടെ സഹവാസ ക്യാമ്പ്, സ്ത്രീ ശാക്തീകരണം, ക്ഷേത്ര കലാകാരന്മാരെ ആദരിക്കൽ തുടങ്ങിയ 25 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. 25ാം വാർഷികത്തിൻ്റെ അവസാന പരിപാടിയായി ശ്രീമദ് ഭാഗവതോത്സവം നടത്തുമെന്നും ഗിരീഷ് പറഞ്ഞു. ഈ 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത് പ്രകൃതി, സംസ്കൃതി, ചിതി എന്ന ഒരു തീമിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. പ്രകൃതി സംരക്ഷണം, അതുപോലെ തന്നെ സംസ്കൃതിയുടെ പുനരുദ്ധാരണം, അതിനോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചിതി എന്ന് പറഞ്ഞാൽ യാഗാഗ്നി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചിതി എന്നും, പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളും സംസ്കൃതി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇങ്ങനെയൊക്കെയുള്ള 25 പരിപാടികളും 25ാമത്തെ പരിപാടിയായിട്ട് ഭാഗവതോത്സവവും പൂക്കോട്ടുകാവിലെ വെച്ച് നടത്തുക എന്നുള്ളൊരു കാര്യപരിപാടിയായിട്ടാണ്. വൈസ് പ്രസിഡന്റ് ദിനേശ് നായർ, ജോയിന്റ് സെക്രട്ടറി KP വിപിൻ, സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ല് സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനം ഇടതു സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. അംഗൻവാടി ആശാവർക്കർമാരുടെ ജീവിക്കാനുള്ള സമരത്തിൽ നിന്ന് മുഖം തിരിച്ച് കടക്കിണിയുടെ കണക്ക് നിരത്തുന്ന സർക്കാർ കോടികൾ ധൂർത്തടിക്കുന്നു. അടിസ്ഥാന വർഗങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചുമാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അനൂപ് ജേക്കബ്. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകാനുള്ള സർക്കാർ വ്യഗ്രതയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മദ്യമൊഴുക്കി കർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. കർഷകരെ അവഗണിച്ച് മദ്യമുതലാളിമാർക്കു വേണ്ടിയുള്ള സർക്കാർ വാദം സമൂഹത്തോടുള്ള വഞ്ചനയെന്നാൽ സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി നാടുവാണവരുടെ പതന ചരിത്രം സർക്കാരും CPM-ഉം പഠിക്കണമെന്നും ചിദംബരൻകുട്ടി മാസ്റ്റർ. തൃശൂർ കുട്ടനല്ലൂരിൽ തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. മരിച്ചത് ഈരാറ്റുപേട്ട സ്വദേശി ബഷീർ. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പ്രദേശത്ത് വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കുന്നംകുളം പോലീസ് പിടികൂടി. ഗോഡൌൺ ഉടമയും സമാനമായ ലഹരി കേസുകളിൽ പ്രതിയുമായ ചേല സ്വദേശി ഷമീലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. അസംഘടിത മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും വസ്ത്രനിർമ്മാണ മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റവും തയ്യൽ തൊഴിലാളികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കിയെന്ന് AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു. കേന്ദ്ര സർക്കാർ
രാഷ്ട്രത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. പാലക്കാട്ട് AKTA ജില്ലാ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.